ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ഡെസേർട്ടാണ്. വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഒരു 1/4 കപ്പ് അളവിൽ പാലും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ശേഷം പാൻ ചൂടാക്കാൻ വെച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഒരു 1/4 കപ്പ് അളവിൽ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുറുക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 കപ്പ് അളവിൽ റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റെപ്പായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നല്ലപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ അളവിൽ പാലും 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ഏലക്കയും ഒരു നുള്ളളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അത് പാലിൽ മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് തിക്കായി വരുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് ബോൾസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് നട്ട്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.